7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററാണിത്. ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ ഇന്ത്യയിലുണ്ടായ കുറച്ച് ചെറുത്തുനിൽപ്പുകൾ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഉണ്ടാകുന്ന ചെറുത്തുനിൽപ്പുകളും അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ് പറയുന്നത്. ഇതിന്റെ തുടക്കം പറയുന്നത് നഗോഡകളുടെ പെരുവിരൽ എന്ന് എഴുതിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ബംഗാളിൽ ഉണ്ടായിരുന്ന പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവർ ഉണ്ടാക്കുന്ന പട്ടുനൂൽ വളരെയധികം ഫേമസ് ആയിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതോടുകൂടി അവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ അവരുടെ മർദ്ദനമുറകളും ഒക്കെ പ്രയോഗിച്ച് കൂടുതൽ അവരെ ചൂഷണം ചെയ്ത് തന്നെ അവരിൽ നിന്ന് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ പറഞ്ഞത് ഒഴിവാക്കാനായിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായിട്ട് അവരുടെ പെരുവിരൽ മുറിച്ചു മാറ്റി നടത്തി. അപ്പോൾ അതൊരു വിപ്ലവം തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് ഒരു ചെറിയ ചെറുത്തുനിൽപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു കാര്യമൊക്കെ ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് പിടിച്ചടക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗാൾ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ അവർ ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നിവയൊക്കെ കൃഷി ചെയ്യാൻ നല്ലതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു ഈ പരുത്തിയും ചണവും ഒക്കെ. അതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കാനായിട്ട് കർഷകരെ നിർബന്ധിച്ചു. നേരത്തെ ഭക്ഷ്യവിളകൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പരുത്തി, ചണം, നീലം ഒക്കെ പിന്നീട് കർഷകർ കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിതരാവുകയാണ് ചെയ്തത്. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇവിടെ റെയിൽവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. റെയിൽവേയെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്ന 1853 ഏപ്രിൽ 16-നാണ്. 3:35-നാണ് ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യത്തെ തീവണ്ടി പോയത്. അതിൽ 14 കോച്ചുകളാണ് ഉണ്ടായിരുന്നത്, 400 യാത്രക്കാരും. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഏതാണെന്നും കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1861-ലാണത്. അത് മാർച്ച് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കായിരുന്നു ആദ്യത്തെ തീവണ്ടി കേരളത്തിലോടിയത്. ഓക്കെ, പിന്നെ ഈ ഗോത്രജനതയ്ക്കെതിരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ കാര്യങ്ങളുണ്ട്. അതായത് വനങ്ങൾ പൂർണ്ണമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. അതോടെ ഈ ഗോത്ര വിഭാഗക്കാരുടെ വനവിഭവ ശേഖരണവും അതുപോലെ പരമ്പരാഗത കൃഷിരീതികളൊക്കെ തടസ്സപ്പെട്ടു. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നീട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള, പല കലാപങ്ങൾ ഇവിടെ നടന്നു. പല കലാപങ്ങളിൽ 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ കുറേ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന ചില കലാപങ്ങളാണ് സന്യാസി കലാപങ്ങൾ, അതുപോലെ ഫക്കീർ കലാപങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബംഗാളിൽ നടന്ന സന്യാസി കലാപം, ഫക്കീർ കലാപം, അതൊക്കെ 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലായിരുന്നു. പിന്നെ 19ാം നൂറ്റാണ്ടിലാണ് മലബാറിൽ ഓരോ കലാപങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഈ മലബാറിലെ കലാപങ്ങൾക്ക് പാട്ടക്കുടിയന്മാരായിരുന്ന അന്നത്തെ മാപ്പിളമാരായിരുന്നു ഈ നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ ഇതേ സ്വഭാവത്തിൽ ബംഗാളിൽ കുറച്ച് കലാപങ്ങൾ അതേ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനാണ് ഫറാസി കലാപങ്ങൾ എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, പിന്നീട് ഈ കലാപത്തിൽ ഇറങ്ങിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു മറാത്തയിലുള്ള ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, അതുപോലെ ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ എന്നിവരൊക്കെ. അപ്പോൾ സാന്താൾമാർ നടത്തിയതാണ് സാന്താൾ കലാപം. അപ്പോൾ ഈ സാന്താൾ എന്ന് പറയുന്നത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലുള്ളവരായിരുന്നു. അപ്പോൾ ഈ കൊള്ളപ്പലിശക്കാരുടെയും അതുപോലെ കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ചൂഷണത്തിന് എതിരായിട്ട് അവസാനം സാന്താൾ ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അപ്പോൾ ഇതില് ഒരുപാട് പേര് ജീവൻ ബലിയർപ്പിച്ച ഒരു കലാപമായിരുന്നു. പിന്നീട് പല കലാപങ്ങൾ ഇതുപോലെ നടന്നു. നാട്ടുരാജാക്കന്മാരും കുറെ പേരുടെ അധികാരമൊക്കെ നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഒക്കെ ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അപ്പൊ അതിനുള്ള കുറച്ച് ആളുകളാണ് ഔധിലെ രാജാ ഛേത് സിംഗ്, തിരുനെൽവേലിയിലെ നേതൃത്വം കൊടുത്തയാളാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചിന്നമ്മ, അതുപോലെ തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. അപ്പോൾ ഇതേവരെ എവിടെയാണെന്ന് പഠിച്ചു വെക്കുക. തിരുവിതാംകൂറിലാണ് വേലുത്തമ്പി ദളവ, കൊച്ചിയിലാണ് പാലിയത്തച്ഛൻ, മലബാറിലെ പഴശ്ശിരാജ. ഇപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചെറുത്തുനിൽപ്പായിരുന്നു പഴശ്ശിരാജയുടെ പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്നത്. വയനാടൻ വനങ്ങളെ കേന്ദ്രീകരിച്ചാണ് പഴശ്ശിരാജ സമരം നടത്തിയത്, അതുപോലെ ഒളിപ്പോര് നടത്തിയത്. ഇനി അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അന്ന് ഉണ്ടായിരുന്നത് തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് പഴശ്ശിരാജയെ സഹായിച്ചത്.
ഇനി ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂർ നേതൃത്വം നൽകിയത് ആരായിരുന്നു? വേലുത്തമ്പി ദളവയായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനാണ് അദ്ദേഹത്തെ സഹായിച്ചത്. പിന്നീട് 1809, അപ്പോൾ ഈ ഡേറ്റ് ഓർത്തിരിക്കണം, 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. അതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ കുണ്ടറ വിളംബരത്തിന്റെ ഡേറ്റ് ഓർത്തിരിക്കുക, 1809. ഇനി പഠിക്കാനുള്ളത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഈ 1857 ആ സമയമായപ്പോഴേക്കും കമ്പനി പട്ടാളത്തിൽ, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തിൽ ഇന്ത്യൻ സൈനികരുണ്ട്. അവരെയാണ് ശിപ്പായികൾ എന്ന് വിളിച്ചിരുന്നത്. ഈ ശിപ്പായികൾ അതുപോലെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായിട്ട് അധികാരം നഷ്ടപ്പെട്ടു പോകും എന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ, ഇവരൊക്കെയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആ സമയത്ത് ശിപായിമാരുടെ ജീവിതം വളരെ ദയനീയമായിരുന്നു എന്നാണ് പറയുന്നത്. തുച്ഛമായ വേതനവും ദീർഘനേരമുള്ള ജോലിയും അതുപോലെ അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലുള്ള പെരുമാറ്റം, മോശമായ ഭക്ഷണം എന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കാരണം ശിപായിമാർ അസംതൃപ്തരായിരുന്നു. അപ്പോഴാണ് ഈ പട്ടാളക്കാർക്കിടയിൽ ഒരു പുതിയ തരം തോക്കുകൾ, എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. അപ്പം ഇതാണ് പ്രധാനമായിട്ടും പൊട്ടിപ്പുറപ്പെടാൻ കാരണം ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട വെടിയുണ്ട അല്ലെങ്കിൽ തിര ഒരു പ്രത്യേകത ഉള്ളതായിരുന്നു. അതായത് അതിൽ പശുവിൻ്റെയും പന്നിയുടെയും ഒക്കെ കൊഴുപ്പുകൾ ഉപയോഗിച്ചു എന്ന് വാർത്ത ഉണ്ടായി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല ഇപ്പോൾ ഹിന്ദു വിഭാഗക്കാരുടെയും മുസ്ലിം വിഭാഗക്കാരുടെയൊക്കെ മതവിചാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. കൂടാതെ ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടിയിൽ എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് ആ റൊട്ടി ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഒക്കെ കേൾക്കുകയുണ്ടായി. അതോടുകൂടി അവരിൽ നിന്നും പ്രതിഷേധം വന്നു. ഇനി ശിപായിമാർക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയ ആളാണ് മംഗൾ പാണ്ഡെ. അപ്പോൾ മംഗൾ പാണ്ഡെയുടെ കാര്യം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ഓക്കെ, ഇനി ഈ സൈനിക മേധാവികൾക്കെതിരെ ആദ്യമായിട്ട് സംഘടിതമായിട്ട് കലാപങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിലാണ്. ഇനി ഇവിടെ ഉണ്ടായിരുന്ന ഈ കലാപത്തിന് ഇറങ്ങിയ സൈനികര് ഡൽഹിയിലെത്തിയിട്ട് അന്നത്തെ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്ന, മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് പല സ്ഥലങ്ങളിലും യുദ്ധം പുറപ്പെട്ടു. ഇനി അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കെടുത്തു. ബാക്കി പ്രദേശങ്ങളാണ് കാൺപൂര്, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ആരൊക്കെയാണ് ഇതിനെ പട നയിച്ചത് എന്ന് നോക്കാം. ഇവിടെ നാനാ സാഹിബ്, ഝാൻസി റാണി, ബീഗം ഹസ്രത് മഹൽ, അതുപോലെ താന്തിയ തോപ്പിയുടെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി കാൺപൂരിൽ ആരായിരുന്നു? കാൺപൂരിൽ നാനാ സാഹിബായിരുന്നു. നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ് അല്ലെങ്കിൽ ഝാൻസി റാണി. ലഖ്നൌവിൽ ബീഗം ഹസ്രത് മഹലാണ്. ഫൈസാബാദ്രി അഹമ്മദുള്ള, ആര എന്ന സ്ഥലത്ത് കൻവർ സിംഗ് എന്നിവരാണ് സമരം നയിച്ചത്. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം. കാൺപൂരിൽ നാനാ സാഹിബ്, താന്തിയ തോപ്പി, ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ്, അതുപോലെ ലഖ്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള, ആരയിലെ കൻവർ സിംഗ് എന്നിവരാണ് സമരം നയിച്ചത്. പക്ഷേ ഈ കലാപമൊക്കെ കമ്പനി അടിച്ചമർത്തി. പിന്നെ ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. ഓക്കെ, അപ്പോൾ അങ്ങനെ പല രീതിയിലും ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടു. അതിനുള്ള കാരണങ്ങൾ പറയുന്നത് ഇതാണ്. അതായത് പല സ്ഥലത്തും കലാപങ്ങൾ ഉണ്ടായെങ്കിലും അതിനെല്ലാം ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കലാപകാരികളെ അപേക്ഷിച്ച് കമ്പനിക്ക്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നല്ല സൈനിക ശേഷിയും അതുപോലെ നല്ല സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യക്കാരിൽ തന്നെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉള്ള ഒരു പിന്തുണ ഈ കലാപകാരികൾക്ക് ലഭിച്ചില്ല. പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാരൊക്കെ ഈ കലാപത്തിന് എതിരായിരുന്നു. പിന്നെ സമ്പന്നരായ നാട്ടുരാജാക്കന്മാരൊക്കെ കമ്പനിക്കാണ് പിന്തുണ നൽകിയത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കലാപം അടിച്ചമർത്തപ്പെടാനായിട്ട് കാരണമായി. അപ്പം ഈ ഒരു ഇതിൽ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്, ഈ ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ മീററ്റ്, അവധ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാവുന്നതാണ് ഈ അടുത്തുള്ള ഈ ഒരു പ്രദേശങ്ങളിൽ മാത്രമാണ് പ്രധാനമായിട്ട് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്.
ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബഹദൂർ ഷായെ ഇന്ത്യയുടെ ചക്രവർത്തി എന്ന് അതിനൊരു പേര് പറയുന്നു ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ. ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? ശിപായിമാർ പ്രഖ്യാപിച്ചിരുന്നു. വളരെയധികം പ്രായമുള്ള ഒരാളായിരുന്നു ആ സമയത്ത് ബഹദൂർ ഷാ. അദ്ദേഹത്തെ ഇത് അടിച്ചമർത്തിയതിനു ശേഷം റംഗൂണിലേക്ക് നാടുകടത്തിയാണ് ഉണ്ടായത്. അദ്ദേഹം അവിടെ വെച്ചാണ് അന്തരിക്കുന്നത്. ഓക്കെ. പിന്നീട് ബ്രിട്ടീഷ് 1857 സമരം കാരണം ഒരു മാറ്റം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. അതായത് 1858 ക്യൂന്റെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം നടന്നു. അത് വെച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അപ്പൊ ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയല്ല, ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് നിയന്ത്രിക്കുന്ന രീതിയിലായി. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ലെസണിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1857 സമരവും അതുപോലെ സാന്താൾ ലഹള, അങ്ങനെ പ്രധാനപ്പെട്ട ചില ലഹളകളെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തത്. ഇതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു കണക്ഷൻ കിട്ടും. അങ്ങനെ പഠിക്കാൻ സാധിക്കും. തെറ്റുകൾ കുറവായിരിക്കും എന്നതാണ് പ്രത്യേകത. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.